പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നിത്യനുമായ ദൈവമേ, സ്വർഗീയ പിതാവേ, തിരുനാമത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ആദ്യനും അന്ത്യനുമായി സർവ്വത്തിൻ്റെ മീതെ ദൈവമായി, ഞങ്ങളുടെ രക്ഷയായി, ഞങ്ങളുടെ വീണ്ടെടുപ്പായി, നാൾത്തോറും ഞങ്ങളുടെ ഭാരങ്ങളെ ചുമക്കുന്ന ഞങ്ങളുടെ രക്ഷാ ദൈവമായി, ഞങ്ങളുടെ സ്നേഹിതനായി, വീണ്ടെടുപ്പായി, മാറ്റമില്ലാത്തവനായി ഞങ്ങളുടെ മധ്യത്തിൽ നീ വാഴുകയായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ വിവിധ ദേശങ്ങളിൽ ഇരിക്കുന്നെങ്കിലും കർത്താവേ, സർവവ്യാപിയായി നീ സ്വർഗത്തിലും ഭൂമിയിലും എന്തും ചെയ്യുന്ന അധികാരമുള്ളവനായി ഞങ്ങളിൽ വാഴുകയായി സ്തോത്രം ചെയ്യുന്നു. നിന്റെ വിശ്വസ്തതയ്ക്ക് ഭംഗം വന്നിട്ടില്ല. ഞങ്ങളുടെ ബലഹീനതകളുടെ മേൽ നിന്റെ കൃപ കൊണ്ട് കവിഞ്ഞ് നിന്റെ അധികാരത്തെ ഞങ്ങളിൽ കൂടെ നീ വെളിപ്പെടുത്തുമായി നീ വിശ്വസ്തനായിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്കൊരു കഴിവുമില്ല കർത്താവേ. ഞങ്ങൾക്ക് സ്വന്തമെന്ന് പറയാൻ കുറേ പാപസ്വഭാവങ്ങളും കുറേ ബലഹീനതകളും മാത്രമേ ഉള്ളൂ. അതിൻ്റെ മേൽ നിന്റെ കൃപ കൊണ്ട് കവിഞ്ഞാട്ടെ. നിന്റെ കൃപ കൊണ്ട് കവിയുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. വചനങ്ങൾ ധാന്യപ്പതൊക്കെ വേണം. പരിശുദ്ധാത്മാവ് ദൈവമേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ ആഗ്രഹമാക്കണമേ. ഈ ശബ്ദം കടന്നു ചെല്ലുന്ന ഓരോ വ്യക്തികളുമേലും അവരുപയോഗിക്കുന്ന ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളെ, പരിസരങ്ങളെ നിന്റെ പ്രായശ്ചിത്തങ്ങേതുമായിട്ട് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ സാങ്ക്ടിഫൈ ചെയ്യുകയാണ്. യൂട്യൂബിലൂടെ കേൾക്കുന്ന നേരത്തെയും അവരുപയോഗിക്കുന്ന ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളെയും അവരുടെ ഹൃദയങ്ങളെയും നിന്റെ പ്രായശ്ചിത്ത രക്തത്താൽ സാങ്ക്ടിഫൈ ചെയ്യുന്നു. കൃപയ്ക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ സ്തോത്രം. വീണ്ടും വരുന്നവനായ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ അതിശ്രേഷ്ഠമായ നാമത്തിൽ വീണ്ടും ഒരിക്കൽ കൂടെ ഒരു കൂടി വരവ് നമുക്ക് നൽകിയ ദൈവത്തെ ഓർത്ത് നന്ദി നിറഞ്ഞ കൃത്യയോട് സ്തുതിക്കാം. നമുക്ക് ഹല്ലേലൂയ. ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന ഉപദേശം എന്താണെന്നാണ് നമ്മൾ നാളുകെട്ടായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലിത് 41-ാമത്തെ ക്ലാസ്സും. ആമേ സ്തോത്രം. ഈ ദിവസങ്ങളിൽ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ ആമേ ക്രിസ്തുവേശുള്ള വിശ്വാസത്താൽ സൗജന്യമായി നീതീകരിക്കപ്പെട്ട ഒരു വ്യക്തിയിൽ കൂടെ ആമേൻ അവനായിരിക്കുന്ന സൊസൈറ്റിയിൽ, അവനായിരിക്കുന്ന കൂട്ടായ്മയിൽ, ആമേ സ്തോത്രം, അവനായിരിക്കുന്ന സാമൂഹിക തലത്തിൽ എങ്ങനെയായിരിക്കണം ഇടപാടുകൾ. ആമേ ഇതാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ നാളിലൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചിന്തിച്ചു. ഇന്നലെ നമ്മൾ ആമേ രാഷ്ട്രീയമായിട്ട് അല്ലെങ്കിൽ ഗവൺമെൻറ് തലത്തിൽ അല്ലെങ്കിൽ ഗവേണിംഗ് അതോറിറ്റീസിന് എങ്ങനെ നമ്മൾ കീഴ്പ്പെട്ടിരിക്കണം. ഏതു മനുഷ്യനും ശ്രേഷ്ഠാധികാരികൾക്ക് കീഴ്പ്പെടട്ടെ. ദൈവത്താൽ അല്ലാതെ ഒരു അധികാരമില്ലല്ലോ. ഉള്ള അധികാരങ്ങളോ ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു. നമ്മെ ഭരിക്കുവാൻ തക്കവണ്ണം ഏത് രാഷ്ട്രീയക്കാരനായിക്കോട്ടെ, ഏത് വിധത്തിലായിക്കോട്ടെ, വിദ്യാഭ്യാസം കൂടിയവനായിക്കോട്ടെ, വിദ്യാഭ്യാസം കുറഞ്ഞവനായിക്കോട്ടെ, വേറെ മതസ്ഥരായിക്കോട്ടെ, ഏതൊരു വ്യക്തിയായാലും നമ്മുടെ നന്മയ്ക്ക് വേണ്ടി ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണ് യൂണിവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ദൈവത്തിൻ്റെ എറ്റേണൽ പ്ലാനിൽ വീണുപോയ ആദാമിൻ്റെ സന്ധ്യതകളെ പാപത്തിൽ നിന്ന് മോചിതപ്പെടുത്തിക്കൊണ്ട് താൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ ഒരു കൂട്ടം ജനത്തെ വിശുദ്ധരാക്കി തന്നോട് നിരപ്പിക്കുക എന്നുള്ള എറ്റേണൽ പ്ലാൻ, അതിൽ ഒരു പാർട്ട് മാത്രമാണ് യേശു ക്രിസ്തുവിൻ്റെ അറ്റോൺമെന്റ് എന്ന് പറയുന്നത്. പിതാപുത്ര പരിശുദ്ധാത്മ ആവുന്ന ഏക ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് ഉളവായതാണ് അറ്റോൺമെന്റ് എന്ന് പറയുന്നത്. അത് നിവർത്തിക്കുകയും മാനവജാതിയിൽ ഏദൻ തോട്ടത്തിൽ വെച്ച് കടന്നു വന്ന പാപത്തിന് പരിഹാരമായി സ്തോത്രം താൻ തന്നെ സൃഷ്ടിതാവ് തന്നെ നിയമദാതാവ് തന്നെ ന്യായപ്രമാണത്തിൽ കീഴുള്ളവനായിക്കൊണ്ട് മനുഷ്യനെ പോലെ ശരീരം പ്രാണം ആത്മാവുള്ളവനായിക്കൊണ്ട് സ്തോത്രം ഈ ഭൂമി വെളിപ്പെട്ട് സ്തോത്രം അവന്റെ ശരീരത്തിലും പ്രാണനിലും ആത്മാവിലും മാനവജാതിയുടെ മേലുള്ള ശരീരത്തിലും പ്രാണനിലും ആത്മാവിലുമുള്ള സകല ശിക്ഷകളും അവന് പകരമായി അവൻ സ്വമേധ ഏറ്റെടുത്ത് അവന്റെ ശരീരം ക്രൂശിൽ കിടക്കുമ്പോൾ അവന്റെ പ്രാണനും ആത്മാവും പാതാളത്തിൽ പോയി മരണം അനുഭവിച്ചു. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ന് അത്യുച്ചത്തിൽ നിലവിളിക്കത്തക്കവണ്ണം ഈ മാനവജാതി കോടി കോടി വർഷങ്ങൾ നരകത്തിൽ എന്നേക്കുമായി കൈവിട്ടപ്പെട്ട് നിത്യമായി യാതന അനുഭവിക്കുന്നതിനേക്കാൾ തൻ്റെ പുത്രൻ അല്പസമയം അവർക്ക് പകരമായിട്ട് കൈവിടപ്പെടുന്ന നല്ലതെന്ന് കണ്ട ദൈവസ്നേഹത്തിൻ്റെ മുമ്പിലാണ് നമ്മേവരുമായിരിക്കുന്നത്. അതിൻ്റെ മുമ്പിലാണ് നമ്മുടെ ഹൃദയം നുറുങ്ങിക്കൊണ്ട്, ആ സ്നേഹത്തിൻ്റെ മുമ്പിലാണ് നമ്മുടെ ഹൃദയം നുറുങ്ങിക്കൊണ്ട് നാം യേശുവിനെ കർത്താവായി സ്വീകരിക്കുന്നതും നമ്മുടെ രക്ഷിതാവായിട്ട് സ്വീകരിക്കുന്നതും. മറ്റൊന്നുകൊണ്ടുമല്ല, അത് മാറുകയില്ല. അതൊരിക്കലും മറ്റൊരു സൃഷ്ടിക്കും സാധ്യമല്ല. കാരണം അവൻ മരിച്ചവിടെ ഉയർത്തെന്നിട്ട് നമ്മുടെ നീതീകരണത്തിന് വേണ്ടി ഉയർത്തെന്നിട്ടും മഹിമയുടെ വലതുഭാഗത്ത് സ്വർഗത്തിന് ഭൂമി സകല അധികാരമുള്ളവനെ വാഴുന്നു. അപ്പോൾ നമ്മുടെ ഗുണീകരണത്തിന് വേണ്ടിയാണ്. നമ്മുടെ സ്വഭാവങ്ങൾ പല വിധത്തിലുണ്ട്. നമ്മൾ രക്ഷിക്കപ്പെട്ടു, പാപത്തിന് ശിക്ഷ യേശുക്രിസ്തു നിവർത്തിക്കപ്പെട്ടു, അത് നമുക്ക് വിശ്വസിക്കുന്നവർക്ക് സൗജന്യമായി കണക്കിട്ടു. നമ്മുടെ നീതിയല്ല, അവൻ ക്രൂശിൽ നിവർത്തിച്ച നീതിയാണ് നമുക്ക് പകരമായിട്ട് കണക്കിടുന്നത്. സ്തോത്രം.
എന്നിരിക്കലും നമ്മളിലുള്ള ബലഹീനതകൾ എന്താ നമ്മുടെ മാനുഷിക സ്വഭാവങ്ങളെ മാറ്റിയെടുത്തുകൊണ്ട് ഡിവൈൻ നേച്ചർ, ദൈവിക സ്വഭാവം നമ്മളെ കൊണ്ടുവരുവാൻ തക്കവണ്ണം പല ക്രമീകരണങ്ങളുടെയും ആവശ്യമുണ്ട്. ഇതിനെയാണ് ഈ മരുഭൂയാത്ര എന്ന് പറയുന്നത്. ഇവിടെ നമ്മളെ നശിപ്പിക്കുവാനല്ല, നമ്മളെ ഗുണീകരിക്കാൻ വേണ്ടി മാത്രമാണ്. ദൂതന്മാരാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരമായിട്ട് സകലം നമുക്ക് വേണ്ടിയുള്ളതാണ്. നാം ക്രിസ്തുവിനുള്ളത്, ക്രിസ്തു ദൈവത്തിനുള്ളത്. സകലതും അധികാരികൾ നമുക്ക് വേണ്ടിയാണ് വെച്ചിരിക്കുന്നത്. അവരെ കയ്യിൽ അധികാരം കൊടുത്തിരിക്കുന്നത് നമുക്ക് വേണ്ടിയാണ്. നാം തിന്മ ചെയ്യുന്നെങ്കിൽ നമ്മെ ശിക്ഷിക്കുവാനും, നാം നന്മ ചെയ്യുന്നെങ്കിൽ നമ്മളെ മാനിപ്പാൻ. എന്നാൽ ഇന്നലെ ഞാൻ പറഞ്ഞു വന്നു, അല്പമായിട്ട് അതിൽ കൂടെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പോകണമെന്ന് ആഗ്രഹിക്കുകയാണ്. എന്നാൽ ഈ അധികാരികൾ ദൈവഹിതപ്രകാരമല്ലാതെ പ്രവർത്തിച്ചാൽ നാം എന്ത് ചെയ്യണം? ഇതെല്ലാവരുടെ ഉള്ളിലുള്ള ചോദ്യമാണ്. ദൈവത്തിന്റെ പ്ലാൻ അനുസരിച്ചല്ലാതെ ദൈവത്താൽ നിയമിക്കപ്പെട്ടതായ അധികാരികൾ പ്രവർത്തിച്ചാൽ അവരിൽ പ്രവർത്തിക്കുന്ന ആത്മാവിനെ വിളിക്കുന്ന പേരാണ് എതിർ ക്രിസ്തുവിന്റെ ആത്മാവ്. ദൈവം പിതാവിനാൽ ആകർഷിക്കപ്പെട്ട് പുത്രനിലേക്ക് അടുപ്പിച്ച് പുത്രനിലാണ് നാം വളരേണ്ടത്. ക്രിസ്തു എന്ന തലയോളമാണ് നാം വളർന്നു വരേണ്ടത്. ദൈവത്തിന്റെ സകല നിറവോളമാണ് നിറഞ്ഞു വരേണ്ടത്. കൃപയാൽ കൃപ പ്രാപിച്ച് അതേ പ്രതിമയായിട്ടാണ് രൂപാന്തരപ്പെടേണ്ടത്. ആ പ്രവർത്തിക്ക് എതിരായിക്കൊണ്ട് ദൈവത്താൽ നിയമിക്കപ്പെട്ട അധികാരികളെ തന്നെ അതിന് എതിരായിക്കൊണ്ട് എന്തെങ്കിലും പ്രവർത്തി നടന്നാൽ അവരിൽ പ്രവർത്തിക്കുന്ന ആത്മാവിനെ വിളിക്കുന്നതാണ് ആന്റി ക്രൈസ്റ്റ്, എതിർ ക്രിസ്തുവിന്റെ ആത്മാവ്, അല്ലെങ്കിൽ അധർമ്മമൂർത്തി എന്ന് പറയും. 2 തെസ്സലോനിക്ക ലേഖനത്തിന്റെ 2-ാം അധ്യായത്തിന്റെ ഒരു 3-4 തുടങ്ങി നാം വായിക്കുക, അധികം വായിക്കുന്നില്ല, 3-4 തുടങ്ങി വായിക്കുകയാണ്. സ്തോത്രം. അപ്പോൾ നമുക്ക് അതിന്റെ ഡീറ്റെയിൽ മനസ്സിലാകും. അവൻ ദൈവാലയത്തിൽ ഇരുന്നുകൊണ്ട് എന്ന് പറഞ്ഞാൽ അധർമ്മമൂർത്തി ദേവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവം എന്ന് അടിച്ച് ദൈവം എന്നോ പൂജാവിഷയം എന്ന പേരുള്ള സകലത്തിനും മീതെ തന്നെ താൻ ഉയർത്തുന്ന എതിരാളി അത്രേ. നിങ്ങളോട് കൂടി ഇരിക്കുമ്പോൾ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞെന്ന് ഓർക്കുന്നില്ലയോ? തെസ്സലോനിക്ക സഭയ്ക്ക് അപ്പോസ്തലനായ പൗലോസ് നേരത്തെ പഠിപ്പിച്ചിട്ടുള്ള വിഷയമാണ്. അടുത്ത ശ്രദ്ധിക്കണം. അവൻ സമയത്തിന് മുമ്പേ വെളിപ്പെടാതിരിക്കേണ്ടതിന് ഇപ്പോൾ തടുക്കുന്നത് എന്തെന്ന് നിങ്ങൾ അറിയുന്നു. അവർ നേരത്തെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. ഇതുവരെ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോക മാത്രം വേണം. സ്ക്രീനിൽ കാണുന്നില്ല കേട്ടോ പാസ്റ്റങ്ങളുടെ ഇത് പ്രൊഫൈൽ പിക്ക്. മനസ്സിലായി. ഇപ്പൊ ശരിയാണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു വന്നതാണ്, ദൈവിക അധികാരത്തില് ഏതു മനുഷ്യനും ശ്രേഷ്ഠാധികാരങ്ങൾക്ക് കീഴ്പ്പെടട്ടെ, ദൈവത്താൽ അല്ലാതെ ഒരു അധികാരമില്ലല്ലോ, ഉള്ള അധികാരങ്ങളും ദൈവത്താൽ നിയമിക്കപ്പെടുന്നു. ഇന്നലെ അല്പമായിട്ട് ഞാനൊന്ന് വിശദീകരിച്ചത് കുറച്ചുകൂടി വചനത്തിന്റെ അടിസ്ഥാനത്തില് എന്തുകൊണ്ടാണ് ഇങ്ങനെ അധികാരികൾ ദൈവ വ്യവസ്ഥയ്ക്ക് എഗൻസ്റ്റ് ആയിക്കൊണ്ട്. ഞാൻ വീണ്ടും പറയുന്നു, ദൈവത്തിന്റെ എറ്റേണൽ പ്ലാൻ എന്ന് പറയുന്നത് താൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ ആദാമിൽ പാപത്തിന് അടിമപ്പെട്ടു പോയ മനുഷ്യരിൽ നിന്ന് അവൻ ചിലരെ വീണ്ടെടുത്തുകൊണ്ട് അതിനാവശ്യമായ അറ്റോൺമെന്റ് നിവർത്തിക്കപ്പെട്ടുകൊണ്ട് പാപത്തിന് ദൈവിക ഭരണകൂടം വിധിച്ച ശിക്ഷ അവൻ ക്രിസ്തുവിൽ നിവർത്തിച്ചുകൊണ്ട് അവൻ മനുഷ്യനെ അതിന് സ്വതന്ത്രരാക്കി താൻ വിശുദ്ധരായിരിക്കുന്ന പോലെ ഒരു കൂട്ടം ജനത്തെ വിശുദ്ധരാക്കി എടുക്കുക എന്നുള്ളതാണ് ക്രിസ്റ്റോസ് അല്ലെങ്കിൽ ക്രിസ്തു എന്ന വാക്കിന്റെ അർത്ഥം. അതാണ് യേശു ക്രിസ്തുവിൽ നിയമിക്കപ്പെട്ടിരിക്കുന്ന അഭിഷേകം, ഓതറൈസേഷൻ എന്ന് പറയുന്നത്. അതിന് എഗൻസ്റ്റ് ആയിട്ട് ഏതെങ്കിലും ഭരണാധികാരി ദൈവിക വ്യവസ്ഥയിൽ നിയമിക്കപ്പെട്ടവൻ തന്നെ അതിന് എഗൻസ്റ്റ് ആയിട്ട് പ്രവർത്തിച്ചാൽ അവരെ വിളിക്കുന്ന പേര്, അവരെ വ്യാപരിക്കുന്ന സ്പിരിറ്റിന്റെ പേരാണ് സ്തോത്രം ആന്റി ക്രൈസ്റ്റ്, അല്ലെങ്കിൽ അതിന് അധർമ്മമൂർത്തി എന്ന് പറയും, എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് എന്ന് പറയും. 2 തെസ്സലോനിക്ക ലേഖനത്തിന്റെ 2-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം തുടങ്ങി നമുക്ക് അല്പം വിശദീകരിക്കേണ്ടതുണ്ട്. ആരും ഏതുവിധനെയും നിങ്ങൾ ചതിക്കരുത്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയായവർ വെളിപ്പെടുകയും വേണം. അവൻ ദേവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവം എന്ന് നടിച്ച് ദൈവം എന്നോ പൂജാവിഷയം എന്നോ പേരുള്ള സകലത്തിനും എതിരെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി അത്രേ. സ്തോത്രം. നിങ്ങളോടുകൂടി ഇരിക്കുമ്പോൾ തന്നെ ഞാൻ ഇത് നിങ്ങളോട് പറഞ്ഞു എന്ന് ഓർക്കുന്നില്ലയോ? സഭ ക്രിസ്തുവിന്റെ ശരീരമാണ്. സഭയെ ഇത്തരം കാര്യങ്ങൾ വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോസ്തലന്മാരുടെ കാലത്ത് ഓരോരുത്തരെയും കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അവൻ സമയത്തിനു മുമ്പേ വെളിപ്പെടാതിരിക്കേണ്ടതിന്, ഇത് ശരിക്കും മനസ്സിലാക്കുക. അവൻ സമയത്തിനു മുമ്പേ വെളിപ്പെടുക എന്ന് പറഞ്ഞാൽ മറഞ്ഞിരിക്കുന്ന ഒരു കാര്യം
നമ്മുടെ സോളിന് മനസ്സിലാകത്തക്കവണ്ണം, അല്ലെങ്കിൽ നമ്മുടെ ദൃഷ്ടി നേത്രങ്ങൾക്ക് പഞ്ചേന്ദ്രിയങ്ങൾക്ക് മനസ്സിലാകത്തക്കവണ്ണം അതിനെ മറ നീക്കി കാണിക്കുക. വെളിപ്പാടെന്ന വാക്കിന്റെ അർത്ഥം ഒരു കർട്ടന്റെ പുറകിൽ എന്തെങ്കിലും മറഞ്ഞിരിക്കുന്നെങ്കിൽ കർട്ടൻ മാറ്റുമ്പോൾ നമുക്കത് നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് കാണാൻ സാധിക്കും. അവന് തന്നെ സ്പിരിച്വൽ ആയാലും മെറ്റീരിയൽ ആയാലും നമ്മുടെ ആന്തരിക അവയവങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഭൗതിക അല്ലെങ്കിൽ അവയവങ്ങളെ കൊണ്ട് നമുക്ക് റെക്കഗ്നൈസ് ചെയ്യത്തക്കവണ്ണം, തിരിച്ചറിയത്തക്കവണ്ണം മനസ്സിലാക്കി കിട്ടുന്നത് പറയുന്നതാണ് വെളിപ്പെടുക എന്ന് പറയുന്നത്. അപ്പോൾ അവൻ സമയത്തിന് മുമ്പേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവൻ നിയന്ത്രിക്കുന്നത് ഒരു സമയം അവർ വെച്ചിട്ടുണ്ട്. നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് വെളിപ്പെട്ട് കാണത്തക്ക ഒരു സമയം വെച്ചിട്ടുണ്ട്. എന്നാൽ അതിനു മുമ്പേ വെളിപ്പെടാതിരിക്കേണ്ടത് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഈ ശബ്ദം കേൾക്കുന്ന ഓരോ വ്യക്തികളും, നേരിട്ട് കേൾക്കുന്ന ആയിക്കോട്ടെ, യൂട്യൂബിൽ കൂടെ കേൾക്കുന്ന ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഏവർക്കും ഈ അധികാരമുണ്ട്. അതിന് സെൻട്രൽ പാസ്റ്റർ ആകേണ്ട കാര്യമില്ല, പ്രത്യേക അഭിഷേകമാവേണ്ട കാര്യമില്ല. നിങ്ങൾ ക്രിസ്തുവിലാണോ, നിങ്ങളുടെ നാവിൽ ഈ അധികാരമുണ്ട്. അവൻ സമയത്തിന് മുമ്പേ വെളിപ്പെടാതിരിക്കേണ്ടത് ഇപ്പോൾ തടുക്കുന്നത് എന്തെന്ന് നിങ്ങൾ അറിയുന്നു. അപ്പോസ്തലൻ പൗലോസ് തെസ്സലോനിക്ക വിശ്വാസികളെ പഠിപ്പിച്ചിരുന്നു. എന്നിട്ട് പറയാണ്, അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. 1-ാം നൂറ്റാണ്ടിലേ വ്യാപരിക്കുന്നുണ്ടായിരുന്നു. ഇതുവരെ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോകുക മാത്രം വേണം. ഇത് അനേക ഉപദേശങ്ങൾ കൊണ്ട് ഇതിനെ വളക്കിയാണ് ചെയ്തിരിക്കുന്നത്. ഇതുവരെ തടുക്കുന്നവൻ ആരാണ്? അപ്പൊ പറയും സഭയെ കന്യകയായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്, മണവാട്ടിയാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ തടുക്കുന്നവൻ എന്ന് പറഞ്ഞാൽ പുല്ലിംഗത്തിലാണ് എഴുതിയിരിക്കുന്നത്. എന്നാൽ ആരാണ്? പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് എവിടെയാണ് വസിക്കുന്നത്? ചർച്ചിനകത്താണ്. ദൈവസഭ എന്ന് പറഞ്ഞ ക്രിസ്തു തലയായിരിക്കുന്ന അവന്റെ അവയവങ്ങളിൽ കൂടിയാണ് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത്. പരിശുദ്ധാത്മാവ് തന്നെയാണ് ഇതിനൊരു സമയം വെച്ചിരിക്കുന്നത്. അവ സമയത്തിന് മുമ്പേ വെളിപ്പെടാതിരിക്കണം. എന്നാൽ പോൾ പറയുന്നു ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. എന്നിട്ട് തടുക്കുന്നത് ആരാണ്? പരിശുദ്ധാത്മാവ് സഭയിൽ കൂടെയാണ് വെളിപ്പെടുത്തുന്നത്. സഭയിൽ കൂടെയാണ് അത് തടുക്കുന്നത്. ഇത് ഓരോരുത്തരും വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കാതിരിക്കത്തക്കവണ്ണം, നമ്മുടെ മേലുള്ള അധികാരത്തെ മനസ്സിലാക്കാതിരിക്കത്തക്കവണ്ണം ശത്രുവായ പല പല ഉപദേശങ്ങൾ കൊണ്ട് നമ്മുടെ മൈൻഡിനെ മറച്ചു കളയാൻ നോക്കും. ശരിക്കും ഞാൻ പറഞ്ഞു തരികയാണ്, അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴും വ്യാപരിക്കുന്നുണ്ട്. ഇതുവരെ തടുക്കുന്നവൻ സഭയിൽ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവാണ് ഇത് ചെയ്യുന്നത്. നമ്മളിൽ കൂടെയാണ് പരിശുദ്ധാത്മാ പ്രവർത്തിക്കുന്നത്. ഇത് ഒരു തെറ്റും വേണ്ട, ഒരു സംശയം വേണ്ട. ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരും, നേരിട്ട് കേൾക്കുന്ന ആയിക്കോട്ടെ, യൂട്യൂബിൽ കേൾക്കുന്നോട്ടെ, നീ യേശു ക്രിസ്തു വീണ്ടും ജന്മം പ്രാപിച്ചവനായോ? നീ ഒരു ദൈവ പൈതലാണോ? നീ ശുശ്രൂഷ ചെയ്തിട്ടുണ്ടായിരിക്കില്ല, ഒരു പക്ഷേ അന്യഭാഷ പറയുന്നുണ്ടായിരിക്കില്ല, പക്ഷെ നീ വീണ്ടും ജന്മം പ്രാപിച്ച് ദൈവ കുടുംബത്തിൽ ജനിച്ച ഒരു പൈതലാണോ? നിന്റെ മേലൊരു ഉത്തരവാദിത്തമാണ്. അധർമ്മമൂർത്തി ആന്റി ക്രൈസ്റ്റ് സമയത്തിന് മുമ്പേ വെളിപ്പെടാതിരിക്കേണ്ടതിന് അതിനെ തടുക്കണം. ഇതെങ്ങനെ നിനക്ക് മനസ്സിലാകും? ഒരു അധികാരി പ്രവർത്തിക്കുന്നത് ആന്റി ക്രൈസ്റ്റ് ആണോ? അവൻ സ്വന്തം ബുദ്ധി കൊണ്ടാണ് പ്രവർത്തിക്കുന്നത്? ദൈവവചനം എഴുതി നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട്. മനുഷ്യയെ കുറിച്ചുള്ള ദൈവത്തിന്റെ പ്ലാൻ എന്താണെന്ന് വെളി തന്നിട്ടുണ്ട്. ഇസ്രായേലിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ പ്ലാൻ എന്താണെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. ദൈവസഭയെ കുറിച്ചുള്ള പ്ലാൻ എന്താണെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതിനാണ് നമ്മൾ റോമാലേഖനം വളരെ വ്യക്തമായിട്ട് പഠിക്കുന്നത്. 12-ാം അധ്യായം നാം പഠിച്ചു. 13-ാം അധ്യായത്തിൽ അധികാരത്തെ കുറിച്ച് പറയാണ്. ഇത് പറഞ്ഞുകൊണ്ട് ഗവൺമെന്റ് എന്തെങ്കിലും ഓർഡർ കൊണ്ടുവന്നാൽ അതിന് തല കീഴ്പ്പെടുത്തി കൊടുക്കുന്നതല്ലേ ദൈവമക്കള്. വളരെ ശ്രദ്ധിച്ചു മനസ്സിലാക്കണം. നിങ്ങൾക്ക് പ്രത്യേക കൃപാവരൊന്നും വേണ്ട. ദൈവത്തിന്റെ കൃപയാല്, വലിയ കൃപയാൽ ഈ എളിവിനെ കൂടെ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിച്ചെടുക്കുന്നുണ്ട്. ഓരോ വിഷയം വരുമ്പോൾ ഇതിനെ നമ്മൾ എന്തൊരു സെപ്പറേഷൻ കീപ്പപ്പ് ചെയ്യണം. ഒരു പൊളിറ്റിക്കൽ പാർട്ടിയോടോ, ഒരു രാഷ്ട്രീയ അധികാരിയോടോ, അല്ലെങ്കിൽ ഒരു മതത്തിനോ ഒന്നിനോട് തന്നെ നമുക്കൊരു പ്രത്യേക ചായ്വ് ഉണ്ടാകാതിരിക്കാൻ സൂക്ഷിക്കണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ കൺട്രോൾ ചെയ്യണം. ദൈവത്തിന്റെ ഏറ്റവും പ്ലാൻ എന്താണെന്ന് ദൈവവചനത്തിൽ കൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ നല്ലവണ്ണം ഉറച്ചിരിക്കണം. അതിന് എഗൻസ്റ്റ് ആയിട്ട് പ്രകൃതിയിൽ കൂടെ ആയിക്കോട്ടെ, അതിന് എഗൻസ്റ്റ് ആയിട്ട് ഒരു ഭരണകൂടത്തിലായിക്കോട്ടെ, അമേരിക്കൻ പ്രസിഡന്റ് ആയിക്കോട്ടെ, റിലീജിയസ് ലീഡേഴ്സ് ആയിക്കോട്ടെ, പോലീസ് അധികാരികളായിക്കോട്ടെ, അവരിൽ കൂടെ ഒരു പ്രവൃത്തി വരുന്നുണ്ടെങ്കിൽ നിനക്ക് ദൈവത്തിന്റെ ആത്മാവ് ഇത് പ്രവൃത്തി വരുന്നതിന് മുമ്പേ തന്നെ നിന്റെ സോളിനെ അത് വെളിപ്പെടുത്തി തരും. അവൻ പ്രവർത്തിക്കുന്നത് ഡിവൈൻ ഗവൺമെന്റിന്റെ പ്ലാൻ എഗൻസ്റ്റ് ആണ്. അതാണ് ആന്റി ക്രൈസ്റ്റ്. 1-ാം നൂറ്റാണ്ടിന്റെ അധികാരി പ്രവർത്തിക്കാൻ തുടങ്ങി. അപ്പോസ്തലന്മാരെ നിന്നുകൊണ്ട് ആത്മാവിന്റെ ശക്തിയോടെ ചോപ്പ് ചെയ്തുകൊണ്ടിരുന്നു. അത് തന്നെയല്ലയോ 5-ാം അധ്യായത്തില് വെളിപ്പെടുത്തി തന്നത്. അപ്പോസ്തലൻ പത്രോസിൽ കൂടെ
രണ്ട് വ്യക്തിയിൽ കൂടെ കള്ളം കടന്നു വന്നപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഛേദിച്ച് കളയാൻ പത്രോസിനെ എടുത്ത് ഉപയോഗിച്ചു. അധികാരിയിൽ കൂടെ റോമൻ സാമ്രാജ്യത്തെ കീഴ്മേൽ മറച്ചു കളഞ്ഞു. ലോകത്തെ കീഴ്മേൽ മറയ്ക്കുന്നവർ ഇവിടെ വന്നിരിക്കുന്നതെന്ന് പറയത്തക്കവണ്ണം കടന്നു വന്നു. അതേ ചർച്ച തന്നെയാണ് ഇന്നുള്ളത്. നമുക്ക് പേര് അപ്പസ്തോലിന്റെ പേരൊന്നും വേണ്ട. നീ ഒരു ദൈവ പൈതലാണോ? നീ ആരും അറിയുന്നില്ല. നിന്റെ പ്രാർത്ഥന മുറിയിൽ നീ മുഴങ്കാൽ മടക്കുമ്പോൾ നീ ഒരു ദൈവ പൈതലാണോ? ദൈവത്തിന്റെ ഡിവൈൻ പ്ലാനെതിരെ കൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ആയിക്കോട്ടെ, പോപ്പ് ആയിക്കോട്ടെ, ഏതൊരു ഭരണാധികാരിക്കോട്ടെ, ഒരു റിലീജിയസ് ലീഡർ ആയിക്കോട്ടെ, എവിടെയെങ്കിലും പ്രവൃത്തി വന്നാൽ നീ ദൈവ വചനത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് നിനക്ക് യേശു ക്രിസ്തുവിന് നൽകപ്പെട്ട സ്വർഗത്തിന് മുമ്പിൽ സകല അധികാരം നിന്റെ നാവിലുണ്ട്. As long as you abide in Christ, ആ അധികാരം നീ എക്സസൈസ് ചെയ്താൽ നീയല്ല പ്രവർത്തിക്കുന്നത്. ആകാശം ഭൂമി ഒഴിഞ്ഞു പോയാലും ഒഴിഞ്ഞു എന്റെ വചനം ഒഴിഞ്ഞു പോകുകയില്ലെന്ന് അരുളി ചെയ്തവൻ സ്വർഗത്തിലിരുന്നു കൊണ്ട് പ്രവർത്തിക്കും. ഇതിനെ പറയുന്നതാണ് നീ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും. ഈ എളിയവനെ കൊണ്ട് ദൈവമായ കർത്താവ് ഈ വിഷയങ്ങൾ വളരെ ശക്തമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. എനിക്ക് സോഷ്യൽ മീഡിയ കൂടെ പരസ്യമായിട്ട് പറയാൻ പറ്റില്ല. ലോക അധികാരികളില്, റിലീജിയസ് ലീഡേഴ്സില്, റിലീജിയസിന്റെ പുറകെ പ്രവർത്തിക്കുന്ന സ്പിരിറ്റുകളുടെ മേല് ദൈവത്തിന്റെ ആത്മാവ് വളരെ ശക്തമായിട്ട് തിരുമാരങ്ങൾ സഹിക്കേണ്ടി വരും, ബുദ്ധിമുട്ട് സഹിക്കേണ്ടി വരും. ആകാശരാജ്യ ശക്തികള്, ആകാശമടുത്ത് പ്രവർത്തിക്കുന്ന ശക്തികളുടെ മേല്, പ്രകൃതിയിൽ പ്രവർത്തിക്കുന്ന ശക്തികളുടെ മേല്, ഇതെല്ലാം ലീഡേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്ത്, നിങ്ങൾക്ക് അടുത്തിടയിൽ അറിയാമല്ലോ ICJ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്, ICC ഇന്റർനാഷണൽ കോർട്ട് ക്രിമിനൽ കോർട്ട്, ഇതിനകത്തൊക്കെ നുഴഞ്ഞു കറഞ്ഞുകൊണ്ട് ഇസ്രായേലിനെ കുറിച്ചുള്ള ഡിവൈൻ പ്ലാൻ അഗേൻസ്റ്റ് ആയിക്കോട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ ആരും അറിഞ്ഞില്ല, ആരും അറിയില്ല. ദൈവസഭ അറിയും, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അറിയും. ഇതുവരെ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് മാറിപ്പോയിട്ടില്ല. നീയും അതിനകത്ത് ഒരു ഭാഗമാണ്. ഒരു പക്ഷെ നീ രോഗശൈലിയിലായിരിക്കാം, ഒരു പക്ഷെ നീ പട്ടിണിയിലായിരിക്കാം, ഒരു പക്ഷെ നീ സ്ത്രീ ആയിരിക്കാം, ചെറിയ ഇന്നലെ ജനിച്ച ദൈവ പൈതലായിരിക്കാം. പക്ഷെ നീ ആരുടെ കുടുംബത്തിലാ? സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരമുള്ളവന്റെ കുടുംബത്തിലാ. ഭൂരാജാക്കന്മാർക്ക് അധിപതിയായതിന്റെ കുടുംബത്തിലാ. ഭൂരാജാക്കന്മാർക്ക് അധിപതിയായതിന്റെ കുടുംബത്തിലാ. സർവത്തിനും ഇത് ദൈവമായിരിക്കുന്നവന്റെ ഒരു ശരീരത്തിൽ ഒരു അവയവമാണ് നീ. പക്ഷെ നിന്റെ ഇഷ്ടത്തിനല്ല, ദൈവത്തിന്റെ പ്രകാരം. ഇതുവരെ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് മാറിപ്പോയിട്ടില്ലെന്ന് നീ തെളിയിക്കണം. നിനക്കേ അധികാരമുള്ളോ? നിനക്കാണ് അധികാരമുള്ളത്. വിശ്വാസത്താൽ ഏറ്റെടുക്കുക. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഇതിനെ മറച്ചു കളയത്തക്കാണ് പല വ്യാജോപദേശങ്ങളുണ്ട്. ഞാൻ ഇന്ന് ഡോക്ടറിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാണ്. ഇതുവരെ തടുക്കുന്നവൻ ദൈവസഭയിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് ദൈവസഭയിൽ കൂടെ അല്ലാതെ പ്രവർത്തിക്കുന്നില്ല. അതിനകത്ത് ഒരു പാർട്ടാണ് നീ ദൈവ കുടുംബത്തിൽ ജനിച്ചിരിക്കുന്ന നീ. നിന്റെ നാവിന് അധികാരമുണ്ട്. എനിക്ക് അധികാരമുണ്ടോ? എനിക്ക് കൃപാവരുണ്ടോ? എനിക്ക് അന്യഭാഷയില്ലല്ലോ? ഇതൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. നിന്റെ ഉള്ളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മ പ്രേരണ തന്നാൽ അത് അനുസരിക്കുക എന്നുള്ള ഡ്യൂട്ടിയാണ് നിന്റേത്. ഇതിനെന്താ ഞാൻ പറഞ്ഞത്? ഒരു പ്രത്യേകം ആരോടൊരു ചായ്വ് വേണ്ട. ചിലരുണ്ട് ട്രംപ് ഫാനുകള്, ചിലരുണ്ട് ബൈഡൻ ഫാനുകള്, റിലീജിയസ് ഫാനുകൾ. ഇങ്ങനെ ഫാനൊന്നും നമുക്ക് വേണ്ട. ഇവന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന സ്പിരിറ്റ് എന്താണ്? ദൈവവചനത്തെ എഴുതി തന്നെ വെളിപ്പെടുത്തി വന്നിരിക്കുന്ന ദൈവവചനത്തിന് വിരുദ്ധമാണ് ഇവന്റെ പ്രവൃത്തി. ഇവനെ എത്ര ആത്മീകം കഴിച്ചാലോ, ഇവൻ എത്ര ഡിവൈൻ പറഞ്ഞാലോ, യേശു ക്രിസ്തുവിന്റെ നാമത്തെ അവനെ ചോപ്പ് ചെയ്ത് അവനെ അധികാര സ്ഥാനഭ്രഷ്ടനാക്കുവാൻ വേണമെങ്കിൽ ഈ ഭൂമിയിൽ നിന്ന് മാറ്റിക്കളയാൻ പോലും നമുക്ക് അധികാരമുണ്ട്. സ്തോത്രം. മേരി ക്യൂൻ, അവളെ വിളിക്കുന്നത് ബ്ലഡി മേരി എന്നാണ്. ഞാൻ അത് റോമൻസ് ആർ നോട്ട് ക്രിസ്ത്യൻസ് പറഞ്ഞുകൊണ്ട് 2-3 എപ്പിസോഡ് ഈ ചാനൽ നിങ്ങൾക്ക് കാണാം. അതേക്കുറിച്ചുള്ള ഹിസ്റ്ററീസിനെ കുറിച്ചുകൊണ്ടൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവിടെ വിശ്വാസികളെ കൊന്നൊടുക്കുന്നവളായിരുന്നു ക്യൂൻ മേരി. ബ്ലഡി മേരി എന്നാണ് അവളെ വിളിച്ചിരുന്നത്. ദൈവസഭ ശക്തിയോടുകൂടെ പ്രാർത്ഥിച്ചു. ഇംഗ്ലണ്ടിന്റെ ക്യൂണായിരുന്നു. ഒരു രാത്രി അതിനുവേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്ന ദേവദാസന്മാരുണ്ടായിരുന്നു. ഒരു ദിവസം രാത്രി 12 മണിക്ക് അവർ ആ പ്രാർത്ഥന നിർത്തി. അവരെ പറഞ്ഞു, ഇനി പ്രാർത്ഥനയുടെ ആവശ്യമില്ല. അന്ന് രാത്രി അവൾ ഛേദിക്കപ്പെട്ടു. ദൈവസഭയുടെ അധികാരമാണ് പറയുന്നത്. 1-ാം നൂറ്റാണ്ടിൽ മാത്രമല്ല, ഇത് 15-ാം നൂറ്റാണ്ടിൽ നടന്ന കാര്യമാണ്. 15-ലല്ല, ഞാൻ ഡേറ്റഡ് സമയമായിട്ട് ഓർക്കുന്നില്ല. somewhere in the 16th. ഹല്ലേലൂയ. ഇന്നും ആ അധികാരമുണ്ട്. കർത്താവ് മേഘത്തിൽ വന്നുകൊണ്ട് സഭയെ എടുക്കുന്നത് വരേക്കും ഇവിടെ അല്ലെങ്കിൽ എവിടെയോ ചിലപ്പോൾ ജയിലിൽ കിടക്കുന്ന ഒരു വ്യക്തിയിൽ കൂടെ ആയിരിക്കും പ്രവർത്തിക്കുന്നത്. പക്ഷെ ആരും അറിയില്ല. നിനക്കല്ല മഹത്വം, മഹത്വം ക്രൂശിന്.
നീ എപ്പോഴെങ്കിലും ഞാനിത് ചെയ്തത് പറഞ്ഞാൽ നിന്നെ മാറിപ്പോവും, എടുത്തു മാറ്റും. ഒരു മഹത്വം പോലും നിനക്ക് ക്ലെയിം ചെയ്യാനില്ല. ഒരു മഹത്വം, കർത്താവേ ഈ പൊടി മൺകൂടമായിരിക്കുന്നത് എന്നോട് നിനക്ക് ക്രമ തോന്നിയല്ലോ എന്ന് പറഞ്ഞ് സബ്മിറ്റ് ചെയ്ത് നിലം പരിച്ചായി കഴിഞ്ഞാൽ ഏറ്റവും പൊടിയായിരിക്കും നിന്റെ അടുത്ത് ഉപയോഗിക്കുക. ആരും അറിയില്ല, ആരും അറിയും വേണ്ട. നിങ്ങൾക്ക് പ്രബോധത്തിന് വേണ്ടി ഞാൻ ആദ്യമായിട്ട് ഒരു കാര്യം പറയുന്നത്, എന്നോട് അടുത്ത സർക്കിളിലുള്ളവർ ഞാൻ പറഞ്ഞ് ബലപ്പെടുത്താറുണ്ട്, നമുക്ക് ഈ അധികാരമുണ്ട്. ഞാൻ ആക്ച്വലി ഇന്നലെ വചനപ്രകാരം നിങ്ങൾ പറയാനൊന്നും മറന്നുപോയി. നിങ്ങളുടെ അടുത്തുള്ള ഒരു അധികാരി ആയിക്കോട്ടെ, കൈക്കൂലി വാങ്ങുന്ന ഒരു അധികാരി ആയിക്കോട്ടെ, അത് ഇലക്ട്രിസിറ്റി ഓഫീസ് ആയിക്കോട്ടെ, വില്ലേജ് ഓഫീസ് ആയിക്കോട്ടെ, പഞ്ചായത്തായിക്കോട്ടെ, പോലീസ് സ്റ്റേഷൻ ആയിക്കോട്ടെ, നിനക്കത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒന്നും പറയണം, മാറി വരാ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇവനെ ഇന്ന കാരണം കൊണ്ട് ഞാൻ സ്ഥാനഭ്രഷ്ടനാക്കെന്ന് പറഞ്ഞാൽ അവനെ സ്ഥാനഭ്രഷ്ടനാക്കാൻ ഡിവൈൻ ഗവൺമെന്റ് അധികാരമുണ്ട്. നിന്നെ കൂടെ പ്രവർത്തിക്കേണ്ടത്. ചിലപ്പോൾ ഉടനെ നടക്കില്ല, പക്ഷെ ദൈവം ചെയ്യും. 100 കണക്കിന് അനുഭവങ്ങൾ എനിക്ക് പറയാനുണ്ട്. എന്നാൽ നമ്മൾ അതിനല്ല വിളിച്ചിരിക്കുന്നത്. നമ്മുടെ പേര് ജീവപുസ്തകത്തിലുണ്ടെന്ന് എപ്പോഴും ഉറപ്പാക്കുക. അപ്പോൾ ഇതുവരെ തടുക്കുന്നത് നമ്മളാണ്, നാം ഓരോ വ്യക്തികളാണ്. നിനക്ക് കൃപാവരകളുടെ ആവശ്യമില്ല. നീ ദൈവ കുടുംബത്തിൽ ജനിച്ചൊരു ദൈവ പൈതലാണോ, നിന്നിൽ ഇത് അധികാരമുണ്ട്. എന്നാൽ എപ്പോഴും ഉണ്ടെന്ന് വെച്ചാൽ ഇല്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത്. അതിന് നിനക്ക് കുറച്ച് ചിലപ്പോൾ കഷ്ടം സഹിക്കേണ്ടി വരും, നിന്ദകൾ സഹിക്കേണ്ടി വരും. നീ തന്നെ ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് വരേണ്ടി വരും. നമ്മെ ശേഖരത്തിൽ പഠിക്കുന്നുണ്ടല്ലോ, ഇളയ തൈ പോലെയും വരണ്ട നിലത്തുനിന്ന് വേർമുളയ്ക്കുന്ന പോലെയും അവന്റെ മുമ്പാകെ വളരും. പ്രത്യേക ആദരവൊന്നുമില്ല. മനുഷ്യർ നിന്ദിക്കപ്പെട്ട് ത്യജിക്കപ്പെട്ട് വ്യസനപാത്രമായും രോഗം ശീലിച്ചവനുമായിരിക്കേണ്ടി വരും. അതിക്രമക്കാരോട് കൂടെ എണ്ണപ്പെടുന്ന അവസ്ഥയിലേക്ക് വരും. കള്ളനെന്ന് വിളിക്കപ്പെടും, ദുഷ്ടനെന്ന് വിളിക്കപ്പെടും, വ്യഭിചാരി എന്ന് വിളിക്കപ്പെടും. കർത്താവേ സ്തോത്രം. പക്ഷെ നിന്റെ അധികാരം മാറ്റുവാൻ ഒരുത്തിനും സാധ്യമല്ല. ക്രൂശിൽ യേശു ക്രിസ്തു നേടിയ അധികാരമാണ് നിന്റെ അധികാരം, നിന്റെ പ്രവൃത്തി കൊണ്ടുള്ള അധികാരമല്ല. വിശ്വസിക്കുന്നവന് നീതി കണക്കിടുന്നത് റോമരന് 3:25. വിശ്വസിക്കുന്നവന് നീതി കണക്കിടുന്നത് യേശു ക്രിസ്തുവിന്റെ പ്രായശ്ചിത്തം ഹേതുവായിട്ടാണ്. നിന്റെ ആശ്രയം ക്രിസ്തുവിലാണോ, സ്വർഗത്തിലും ഭൂമിയിലും അവൻ ലഭിച്ച അധികാരത്തിൽ നീയും പാർട്ടേക്കറാണ്. ഇത് നല്ലവണ്ണം ഉറക്കുക. ഞാൻ അങ്ങനെയല്ലോ, ഞാൻ ആരും അറിയുന്നല്ലോ, സ്റ്റേജ് ഒന്നും വേണ്ടതിനാ. നിന്റെ പ്രാർത്ഥന മുറി മതി, മുഴങ്കാല് മതി. 1 ഡിഗ്രി വേണ്ട, മുഴങ്കാലും മതി. സ്തോത്രം. അപ്പോൾ അധർമ്മം മൂർത്തി വെളിപ്പെട്ട് വരും. എപ്പോൾ? നീ ഈ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെട്ടാൽ. നീ ഈ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെടുന്ന കൊണ്ട് വരേക്കും അമേരിക്കൻ പ്രസിഡന്റ് ആയിക്കോട്ടെ, പോപ്പ് ആയിക്കോട്ടെ, മറ്റ് മുസ്ലിം ലീഡേഴ്സ് ആയിക്കോട്ടെ, ഏതൊരു വ്യക്തിയിൽ കൂടെ ആയിക്കോട്ടെ, ഡിവൈൻ ഗവൺമെന്റ് വേദപുസ്തകത്തിൽ, സത്യവേദ പുസ്തകത്തിൽ കൂടെ വെളിപ്പെടുത്തിയ അധികാരമായി. ഒരു പക്ഷെ നിന്റെ അയൽക്കാരായിരിക്കാം, ഒരു പക്ഷെ നിന്റെ ഭാര്യ ആയിരിക്കാം, ഒരു പക്ഷെ നിന്റെ ഭർത്താവായിരിക്കാം, ഒരു പക്ഷെ നിന്റെ മക്കളായിരിക്കാം. അവരിൽ കൂടെ ഒരു പ്രവൃത്തി വന്നാൽ, ഒരു എക്സാമ്പിൾ പറഞ്ഞ മത്തായി സുവിശേഷം 16-ാം അധ്യായം, പത്രോസിന് ദൈവം ഒരു വെളിപ്പാട് കൊടുത്തു. യേശു ക്രിസ്തു ചോദിച്ചു, ജനം എന്നെ കുറിച്ച് എന്താ പറയുന്നത്? ചിലർ പറഞ്ഞു സ്നാപയോഗ്യനാണ്, ചിലർ പറഞ്ഞു പ്രവാചകന്മാരൊരാള്. അതൊക്കെ ഓക്കെ, നിങ്ങൾ എന്താ പറയുന്നത്? കുറച്ച് നാളായാലും എൻ്റെ കൂടെ നടക്കുന്നേ, നിങ്ങൾ എന്താ പറയുന്നത്? ഉടനെ പത്രോസിന് ഒരു വെളിപ്പാട് കിട്ടി. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായി ക്രിസ്തു. കർത്താവ് പറഞ്ഞു, ജഡരക്തങ്ങളല്ല നിനക്ക് വെളിപ്പെടുത്തുക. ഇതേപോലെ തന്നെയാണ്, നിനക്ക് ജഡരക്തങ്ങളല്ല വെളിപ്പെടുത്തുക, സ്വർഗസ്ഥനായ നിന്റെ പിതാവായിരിക്കും നിന്റെ സോളി വെളിപ്പെടുത്തുന്നത്. ആ നേരത്തെ സംശയമൊന്നും വേണ്ട. നിന്റെ ചിന്ത കൊണ്ടല്ല, പ്രത്യേകമായിട്ട് റിലീജിയനോട് വൈരാഗ്യം കൊണ്ടല്ല, അല്ലെങ്കിൽ ഒരു പ്രത്യേകമായ ഒരു ലീഡറിനോടുള്ള സിമ്പതി കൊണ്ടല്ല. ഇതൊന്നും നിന്റെ ഉള്ളിൽ പാടില്ല. അപ്പോഴാണ് സ്വർഗസ്ഥനായ പിതാവിന് നിനക്ക് വെളിപ്പാട് കിട്ടുന്നത്. പിന്നീട് കർത്താവ് മുന്നോട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. യെരുശലേമിലേക്ക് പോകുന്നതും അവിടെ വെച്ച് ജാതികളാൽ പിടിക്കപ്പെടുന്നതും താൻ മരിക്കുന്ന 3 ഉയർത്തി നിൽക്കുന്നതും. പത്രോസ് മാറ്റിക്കൊണ്ടേ പറഞ്ഞു, കർത്താവ് നിനക്ക് അങ്ങനെ ഒരിക്കലും ഭാവിക്കല്ലേ. കർത്താവ് വെച്ച് എന്താ, ആരോടാ? ചില നിമിഷങ്ങൾക്ക് മുമ്പ് നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്നവന്റെ സോളിലേക്ക് ഡിവൈൻ ഗവൺമെന്റ് പിതാവ് നൽകിയ വെളിപ്പാട് അവന്റെ വായിൽ കൂടെ പറഞ്ഞ അതേ പത്രോസിനുള്ളിൽ ആര് കടന്നു? സൈറ്റാൻ കടന്നു. കർത്താവ് എന്താ പറഞ്ഞത്? പോസാത്താനെ, നീ മനുഷ്യർക്കുള്ള ചിന്തിക്കുന്നത്. പത്രോസിനുള്ളിൽ മനുഷ്യ സ്നേഹം കടന്നപ്പോൾ എന്ത് കടന്നു? സൈറ്റാൻ കടന്നു. ഡിവൈൻ ഗവൺമെന്റ് പ്ലാൻ ആയിരുന്നു ഈ പത്രോസിന് വേണ്ടി. താൻ പോയി യെരുശലേമിൽ പോയി ഈ പത്രോസിന് പകരമായി അവന്റെ പേരിലുള്ള പാപത്തിന്റെ ശിക്ഷ ഏറ്റെടുത്തുകൊണ്ട് അവന് പകരമായിട്ട് മരിച്ച് ഉയർത്തെഴുന്നേൽക്കണം എന്നുള്ള പ്ലാന് പത്രോസ് പറയാണ്. കർത്താവേ നിനക്ക് അങ്ങനെ ഒന്ന് ഭവിക്കല്ലേ. നല്ല കാര്യമല്ലോ പറഞ്ഞത്. പക്ഷെ കർത്താവ് എന്താ പറഞ്ഞത്? ഡിവൈൻ ഗവൺമെന്റിന്റെ പ്ലാൻ അല്ല നീ പറയുന്നത്, നീ മാനുഷിക ബുദ്ധിയോടാണ് പറയുന്നത്.
അവിടെ എന്താ പറഞ്ഞ്? പോ സാത്താൻ എന്നാ പറഞ്ഞത്. മോനെ പത്രോസെ അങ്ങനെയൊന്നും പറഞ്ഞുകൊണ്ട് ഉപദേശിക്കല്ല ചെയ്തത്. പത്രോസ് അതിന് പുറത്താക്കി. ആ ഡിവൈൻ പ്ലാൻ എഗൈൻസ്റ്റ് ആയിക്കൊണ്ട് ചിലപ്പോൾ പത്രോസുമാരുടെ കൂടെ പ്രവർത്തിക്കും, ചിലപ്പോൾ നിന്റെ ഭാര്യയെ കൂടെ പ്രവർത്തിക്കും, ഭർത്താവിൽ കൂടെ പ്രവർത്തിക്കും, മക്കളിൽ കൂടെ പ്രവർത്തിക്കും, സാമൂഹിക തലത്തിൽ പ്രവർത്തിക്കും. പക്ഷെ യു ആർ റെസ്പോൺസിബിൾ ഫോർ ദാറ്റ്. മറ്റൊരുത്തരും അധികാരം കൊടുത്തിട്ടില്ല. നീ ഒരു പക്ഷേ വലിയ പേരുള്ള ഡിനോമിനേഷന്റെ മെമ്പർ ആയിരിക്കില്ല, നിനക്ക് ഒരു ഡിനോമിനേഷൻ ഇല്ലായിരിക്കാം. പക്ഷേ ഇഫ് യു ആർ എ ചൈൽഡ് ഓഫ് ഗോഡ്, ഈ അധികാരം നിന്റെ മേൽ നിക്ഷേപിച്ചിരിക്കുന്നതാണ്. നീ അത് എക്സസൈസ് ചെയ്തില്ലെങ്കിൽ, ഒരു പഴഞ്ചൊല്ല് പറയില്ലോ, താനിരിക്കേണ്ട സ്ഥാനത്ത് താനിരുന്നില്ലെങ്കിൽ ആര് കയറിയിരിക്കും? നായ കയറിയിരിക്കും. ദൈവസഭയ്ക്കാണ് ഈ അധികാരം തന്നിരിക്കുന്നത്. ദൈവസഭ നിൽക്കാത്തത് കൊണ്ടല്ലയോ ഇന്ന് രാഷ്ട്രീയക്കാര് കൺവെൻഷൻ സ്റ്റേജുകളിൽ കയറി പറയുന്നത്? ഏത് സ്പിരിറ്റാ? തോളി കയറ്റിരിക്കുക. ഇതാ സംഭവിച്ചു പോയത്. നിന്റെ നാവിൽ തന്നിരിക്കുന്ന അധികാരം ആന്റി ക്രൈസ്റ്റ് തല ഉയർത്തി വെളിപ്പെട്ട് വരാതിരിക്കത്തക്കോടെ നിന്നിൽ തന്നിരിക്കുന്ന അധികാരത്തെ നീ മാറ്റി മറച്ചുകൊണ്ട് അവന് തോളി കൈയിടാൻ പോയി. ദൈവസഭയുടെ കൺവെൻഷനുകളിൽ ആന്റി ക്രൈസ്റ്റ് കടന്നു വന്ന് രാഷ്ട്രീയ പേര് പ്രവർത്തിക്കുക, പ്രസംഗിക്കുക. എല്ലാ മതങ്ങളും ഒരു പാർട്ടിക്ക് തന്നെയാണ്, ഒരു ദൈവത്തിലേക്കാണ് പോകുന്നത്. ലജ്ജ തോന്നണം. നിന്റെ വസ്ത്രം ഒരു പക്ഷെ നല്ല കോട്ട കിട്ടാൻ ടൈ കെട്ടിട്ടാന്നിരിക്കുന്നത്, പക്ഷെ നീ നഗ്നനാ. ഡിവൈൻ ഗവൺമെന്റിന് മുമ്പിൽ ആത്മീയ കോളത്തിൽ നീ നഗ്നനായിട്ട് നിൽക്കുന്നത്. കർത്താവ് പറയണ, നീ എന്നോട് വിലക്ക് വാങ്ങും നിന്റെ നഗ്നതമാക്ക്. നിന്റെ കണ്ണു തുറക്കാൻ വേണ്ടി നീ ലേപം വിലക്ക് വാങ്ങ്, വില കൊടുക്കണം. പക്ഷെ നീ തന്നിരിക്കുന്ന അധികാരം നീ ചെയ്തില്ലെങ്കിൽ കർത്താവ് മേഘപ്രത്യക്ഷത വരെങ്കിൽ ചിലപ്പോൾ വേറെ ഏറ്റവും ലീസ്റ്റായി കിടക്കുന്ന കമ്മ്യൂണിറ്റി വരെ ഉയർത്തിക്കൊണ്ട് കർത്താവ് നിന്റെ മേലെ അധികാരം നടത്തും. നീയോ ലജ്ജിച്ചു പോകേണ്ടി വരും. അതുകൊണ്ട് ഈ ശബ്ദം കേൾക്കുന്നവരോട് ഞാൻ വാണിംഗ് തരാണ്. നമുക്ക് അധികാരികൾക്ക് കീഴ്പ്പെട്ടിരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓഫ് കോഴ്സ്, തീർച്ചയായിട്ടും 100% ചെയ്തിരിക്കണം. ടാക്സ് കൊടുക്കേണ്ടത് കറക്റ്റ് ഏപ്രിൽ മാസത്തിൽ ആദ്യത്തിൽ തന്നെ കൊടുക്കാൻ പറ്റണമെങ്കിൽ കൊടുക്കണം. നീ പട്ടിണി കിടന്നാണെങ്കിലും കൊടുക്കണം. അതാണ് നിയമം. എന്നാൽ നിന്റെ ഉള്ളിൽ നിക്ഷിപ്തമായിരിക്കുന്ന സ്വർഗത്തിന്റെ മുമ്പിൽ എന്തിനേയും ബന്ധിച്ചുള്ള അധികാരം പിടിച്ചു മാറ്റി ഒരുത്തരും സാധ്യമല്ല. ആവശ്യ സമയത്ത് യുണൈറ്റഡ് നേഷൻ ആയിക്കോട്ടെ, ICJ ആയിക്കോട്ടെ, ICC ആയിക്കോട്ടെ, യു ക്യാൻ എക്സസൈസ് ദാറ്റ് പവർ. ആന്റി ക്രൈസ്റ്റ് പ്രവർത്തിക്കുന്നെങ്കിൽ ഇത് ചെയ്തുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. നമുക്കതിന് വേർപാട് ആവശ്യമാണ്. ഇത് പറയുമ്പോൾ പലർക്കും അത്ര പിടിക്കില്ല. ഇതൊക്കെ നീ കാലത്ത് നടക്കില്ല. പിന്നെ നീ ആരെ സേവിക്കുന്നേ? പഴയ പണിക്ക് പോയിക്കൂടെയോ? സ്തോത്രം, ഹല്ലേലൂയ. ഇതിന് ഞാൻ ഇവിടെ നിർത്തുകയാണ്. നിനക്ക് അധികാരം എന്തുകൊണ്ട് നീ ചെയ്തില്ലെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്നതിനെ കുറിച്ചൊന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. വളരെ സീരിയസ് ആയ വിഷയമാണ്. ഞാൻ വീണ്ടും പറയുന്നത്, നമുക്ക് ആർക്കും തന്നെ അത് പ്രത്യേകമായിട്ട് കൃപാവരം കൊണ്ടൊന്നും ആവശ്യമില്ല. കർത്താവാണ് കാര്യം ചെയ്തെടുക്കുന്നത്. അടുത്തൊരു വിഷയം നമുക്ക് ചിന്തിക്കാനുള്ളത്, സ്തോത്രം, അന്യോന്യം സ്നേഹിക്കുന്നത് അല്ലാതെ ആരോടും ഒന്നും കടംപെട്ടിരിക്കരുത്. ഇത്തരം അധികാരങ്ങൾ നിന്നിൽ കൂടെ നടക്കണമെങ്കിൽ അന്യോന്യം സ്നേഹിക്കുന്ന പറയുമ്പോൾ നിനക്ക് കൺവെൻഷനിൽ വന്നിട്ട് പ്രസംഗിക്കാൻ മോദം കാണിക്കുന്ന രാഷ്ട്രീയക്കാരനെ പോയി തോളിൽ കൈയിടാനല്ല പറഞ്ഞിരിക്കുന്നത്. ദൈവസഭയ്ക്കകത്ത് കീപ് എ ഡിസ്റ്റൻസ്. നമ്മുടെ പഴയ കാരണന്മാര് പറയും, ഒരു മാറകലെ നിർത്തേണ്ടവന് ഒരു മാറകലെ. നിന്റെ അമ്മയായാലും ഭാര്യയായാലും അപ്പനായാലും കുഞ്ഞുങ്ങളായാലും സ്പിരിച്വൽ കാര്യങ്ങൾ ഒരു മാറകല്. എന്തിനാന്നറിയോ? നിന്റെ ഉള്ളിൽ ഒരു അധികാരം തന്നിട്ടുണ്ട്. സേറ്റൻ നിന്നെ കണ്ണുവെച്ച് നോക്കിയാണ് എങ്ങനെ വിഴുങ്ങാൻ പറ്റുമെന്ന്. അനേക വീരന്മാരായ പ്രാസംഗികര് കൺവെൻഷൻ സ്റ്റേജ് ഇളക്കി മറിച്ചവര് നമുക്ക് കൺമുമ്പിൽ കാണുന്നില്ലയോ? നാണം കെട്ടുപോയി നഗ്നരായിട്ട് കൺവെൻഷൻ പ്രസംഗിക്കുകയാണ്. ഇറങ്ങി വന്ന് തിരിച്ച് വിട്ട് സകലം മ്ലേച്ഛമാണെന്ന് വലിച്ചെറിഞ്ഞ് കളഞ്ഞ് ഇറങ്ങി വന്ന് 10-42 വർഷം ശുശ്രൂഷകര് പറയാണ്, അയ്യോ അവിടുന്ന് ഇറങ്ങിപ്പോന്നത് ഇപ്പൊ വിഡ്ഢിതരമായി പോയെന്ന്. നിന്റെ ഈ നഗ്നനായത് കൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ നിന്നെ കണ്ണ് കുരുടായി പോയത് കൊണ്ടാണ് ഇറങ്ങിയപ്പോ എന്നെ പറയുന്നത്. നീ വീണ്ടും ജനം പ്രാപിച്ചിട്ടില്ല, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. നീ മതം മാറി, ദൈവ കുടുംബത്തിൽ ജനിച്ചതല്ല. പക്ഷെ അവിടെ ഇവിടെ പട്ടിണി കിടക്കുന്നതാണെങ്കിൽ തന്നെയും ഇത്തരം അധികാരങ്ങള് കർത്താവിന്റെ മേഘപ്രത്യക്ഷത വരെയും അധികാരങ്ങൾ നടക്കും, ഇനിയും നടക്കും. സ്തോത്രം. ഞാൻ ഈ സബ്ജക്റ്റ് ഇത് മാറുന്നില്ല, അതുകൊണ്ട് ഇവിടെ നിർത്താണ്. ഈ സബ്ജക്റ്റ് നമുക്കിത് പറയേണ്ട ആവശ്യമുണ്ട്. അന്യോന്യം സ്നേഹിക്കുന്നല്ലാതെ ആരോടൊന്നും കടംപെട്ടിരിക്കുന്നത്. അന്യനെ സ്നേഹിക്കുന്നവൻ ന്യായപ്രമാണം നിവർത്തിച്ചിരിക്കുന്നല്ലോ. ദ ലോ, ലോയുടെ ഫുൾഫിൽമെന്റ് എന്ന് പറയുന്നത് ലവ് വൺ അനദർ. 1 Corinthians 13:8 എന്ന് പറയുന്നത്. 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 1 Corinthians 13:8 എന്ന് പറയുന്നത്.
എന്ന് പറഞ്ഞാൽ അടിസ്ഥാന പ്രമാണം വിട്ടിട്ടുള്ള ലവ് അല്ല. ഞാൻ പറഞ്ഞു തിമോഥെയോസിൽ ഒരിക്കൽ ഞാൻ പറഞ്ഞു, പല ഭാഷയെ പറയാറുണ്ട്, 1:3 പറയുന്ന വാക്യം, ശുദ്ധ ഹൃദയം, നല്ല മനസാക്ഷി, നിർവ്യാജ വിശ്വാസം, ഇവയാൽ ഉളവാകുന്ന സ്നേഹം. അന്യത ഉപദേശിക്കരുത് പറഞ്ഞുകൊണ്ട് ചിലരോട് ആജ്ഞാപിക്കേണ്ടതിന്, റിക്വസ്റ്റ് ചെയ്യേണ്ടതിനല്ല, ആജ്ഞാപിക്കേണ്ടതിന്, കൽപ്പന പുറപ്പെടുവിക്കേണ്ടതിനാണ് പൗലോസ് തിമോഥെയോസിന് അധികാരം കൈമാറിയത്. രാഷ്ട്രീയക്കാർ സ്റ്റേജിൽ കയറുമ്പോ ഒന്ന് വിളിച്ചു പറയാൻ അധികാരം തന്നിരിക്കുന്നത്. അവന്റെ ഉള്ളിൽ വ്യാപരിക്കുന്ന സ്പിരിറ്റിനെ മേറ്റിക്കളയോ, അവനെ സ്ഥാനഭ്രഷ്ടനാക്കുവാൻ, അടുത്ത ഇലക്ഷനിൽ കാണാം, സ്ഥാനഭ്രഷ്ടനാക്കുവാനാണ് അധികാരം തന്നിരിക്കുന്നത്. നീ ആരും അറിയണ്ട. അത്തരം ഉപയോഗങ്ങൾ പ്രയോഗിക്കുന്നവൻ തലതിരിഞ്ഞ് നടക്കുന്ന കാണാൻ സാധിക്കും. എന്താ പറയുക, ഡിവൈൻ ഗവൺമെന്റിന്റെ പ്ലാൻ അഗൈൻസ്റ്റ് ആയിട്ട് ദൈവസഭയ്ക്കകത്ത് നുഴഞ്ഞു കയറി കർത്താവിന്റെ ഏറ്റവും പ്ലാൻ അഗൈൻസ്റ്റ് ആയിട്ട് പ്രവർത്തിച്ചാൽ നിന്റെ ഉത്തരവാദിത്തമാണ് അവനെ കാസ്റ്റ് ഔട്ട് ചെയ്യേണ്ടത്, സ്ഥാനഭ്രഷ്ടനാക്കേണ്ടത്. നിങ്ങൾ കാര്യം മനസ്സിലായെന്ന് തോന്നുന്നു. ഇനി തണുത്തിരിക്കരുത്, മുടന്തായിട്ട് ഇരിക്കരുത്. ഞാൻ ദൈവ പൈതല, എൻ്റെ കഴിവല്ല, ക്രൂശിൽ എനിക്ക് വേണ്ടി നിർത്തിച്ച നീതിയാണ് എന്നെ കണ്ടെത്തേണ്ടത്, ഞാൻ അവരിൽ ആശ്രയിക്കും. ഒരു പാട്ടുണ്ടല്ലോ, ആശ്രയം യേശുവിലുള്ളതിനാൽ ഭാഗ്യവാൻ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ നിത്യമാതേ സ്വർഗീയ പിതാവേ, നിന്റെ സ്നേഹത്തിന് കരുതനായ സ്തോത്രം. അടിയങ്ങമേൽ കർത്താവ് നൽകിയ അധികാരത്തെ നീ വെളിപ്പെടുത്തുവാൻ നിനക്ക് കൃപ തോന്നിയല്ലോ. ഞങ്ങൾ കർത്താവ് മറന്നുപോയി, ഞങ്ങൾ ക്ഷമിക്കണം. ഞങ്ങൾ കർത്താവ് എക്സസൈസ് ചെയ്യാതെ പലയിടങ്ങളായിട്ട് കർത്താവ് അധികാരികളിൽ എതിർ ക്രിസ്തു കർത്താവ് പൊങ്ങി മുടിച്ചുകളെ നോക്കുന്ന സമയത്ത് കർത്താവ് നിനക്ക് കൃപ തോന്നി ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹത്തിനായി സ്തോത്രം. ഇസ്രായേലിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ത്യൻ ഭരണകൂടത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിന്റെ ജനത്തിനെതിരായിക്കൊണ്ട് സാമൂഹിക തലത്തിൽ ഗവൺമെൻറ് അധികാരികൾ, അമേരിക്കയിൽ മുസ്ലിം കൺട്രീസുകളിൽ പ്രവർത്തിക്കുന്ന ദുഷ്ടാശാത്തികൾ പുത്രത്തിൻ്റെ അധികാരത്തോടെ ഞങ്ങൾ ഛേദിച്ച് കളയുകയാണ്. നിന്റെ നാമത്തിൽ സ്ഥാനഭ്രഷ്ടരാക്കുന്നു. നിന്റെ ജനത്തിൽ വിശ്വാസം വരുത്തക്കണം കർത്താവ് പ്രവർത്തിച്ചാട്ട്. പ്രകൃതിയുമേ വ്യാപരിക്കുന്ന ആ ധർമ്മത്തിൻ്റെ വ്യാപാരത്തെ ഞങ്ങൾ ഛേദിച്ച് കളയുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ.